നമസ്കാരം, സിറ്റി ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ മേഖലയിലെ കടന്നുകയറ്റം കാരണം ഇന്ന് വായന അസ്തമിച്ചിരിക്കുകയാണ്. പുതിയൊരു വായനാ സംസ്കാരമാണ് ഇന്ന് സോഷ്യൽ മീഡിയ വഴി നൽകിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ രചനകൾ വിരൽത്തുമ്പിൽ ഇന്ന് കിട്ടും. ആ ലോകത്തേക്കാണ് ഒരു പുതിയ എഴുത്തുകാരി വന്നിരിക്കുന്നത്. സ്വന്തം കവിതകൾ രചിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഈ കലാകാരി ഇന്ന് എത്തിയിരിക്കുന്നത്. കഥകളും കവിതകളും ഇന്ന് വിരൽത്തുമ്പിലാണ് ലഭ്യമാകുന്നത്. അന്യം നിന്നു പോകുന്ന വായനയെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഇന്ന് ഈ യുവകവി ശ്രമിക്കുന്നത്. തന്റെ ആദ്യ സമാഹാരമായ കവിത പുസ്തക രൂപത്തിലാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. വായന മരിച്ചിരിക്കുന്നുവെന്ന് മുറവിളി കൂട്ടുന്നവരോട് വായന മരിച്ചിട്ടില്ല എന്ന് അറിയിച്ചുകൊണ്ട് ലോക പുസ്തക ദിനത്തിൽ മിഴിച്ചിരാവുകൾ കണ്ണു തുറക്കുകയാണ്. തന്റെ ആദ്യ കവിതാ പുസ്തകം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഹാളിൽ വെച്ച് പ്രശസ്ത സംവിധായകൻ ശ്രീപ്രകാശിന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. വായനാ സംസ്കാരം ഇല്ലാതായിരിക്കുന്ന കാലഘട്ടത്തിലാണ് യുവകവി 70ഓളം കവിതകളുമായി എത്തിയിരിക്കുന്നത്. തന്റെ ആദ്യ സമാഹാരമായ പുസ്തക രൂപത്തിൽ തന്നെയാണ് കവിതകൾ രചിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ കടന്നുകയറ്റം കാരണം വായനാ സംസ്കാരം ഇല്ലാതായിരിക്കുകയാണ്. പുതിയൊരു വായനാ സംസ്കാരം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ കവയിത്രി ശ്രമിക്കുന്നത്. തന്റെ ആദ്യ കവിത പുസ്തക രൂപത്തിൽ ഇറക്കിയിരിക്കുകയാണ്. കളിക്കുടുക്കയിൽ, അതായത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാനതങ്ങ് അയച്ചു കൊടുക്കും. അങ്ങനെ പ്രിന്റ് ചെയ്ത് വരെ വരുന്നത് അത് ഞാനിങ്ങനെ സൂക്ഷിച്ചു വെക്കണമെന്നുള്ളത് ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ഷയിച്ച പാഠങ്ങളൊക്കെ ഇണചേരും വഞ്ചതുപ്പിൽ ഇണങ്ങരിന്നുടലാകെ ചോര ചീറ്റുന്നു. 3000-ലധികം എഴുത്തുകാർ ഒരുമിച്ച ഈ പുസ്തകം ആദ്യമായിട്ടാണ് ഒരു പ്രസാധക രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകം എന്ന പേരിൽ 9 വേൾഡ് റെക്കോർഡാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 1 ലണ്ടൻ വേൾഡ് റെക്കോർഡ്സ്, 2 ഇന്ത്യ വേൾഡ് റെക്കോർഡ്സ്, 3 അമേരിക്ക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, 4 ഓസ്കാർ വേൾഡ് റെക്കോർഡ്, 5 യൂണിക്കോൺ വേൾഡ് റെക്കോർഡ്സ്, 6 കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ്, 7 വെബ് വേൾഡ് റെക്കോർഡ്സ്, 8 ഏഷ്യ വേൾഡ് റെക്കോർഡ്സ്, 9 കലാം വേൾഡ് റെക്കോർഡ്സ് എന്നിങ്ങനെ 9 റെക്കോർഡുകൾ നമ്മുടെ ഈ പെൻഡ്രൈവ് ബുക്സ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സദസ്സിലിരിക്കുന്നവരും ചില്ലറക്കാരല്ല. കാരണം എല്ലാവരും വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ, പ്രസാധകർ, സംവിധായകർ, എഴുത്തുകാർ, ഇതിനൊക്കെ അപ്പുറത്ത് സഹൃദയത്വമുള്ള മനസ്സിനെ, സാംസ്കാരികതയെ സ്നേഹിക്കുന്ന മനസ്സ് കാത്തു സൂക്ഷിക്കുന്നവർ എന്നുള്ള സവിശേഷത കൂടി മഞ്ചരി ബുക്സ് ഒരുക്കുന്ന ഈ മലയാളത്തിൻ്റെ സർഗപുഞ്ചിരിക്ക് ഉണ്ട്. കാരണം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് പതിവ് വഴികളിലൂടെ കടന്നു പോകുന്ന ശൈലികളിൽ പ്രസിദ്ധീകൃതമാകുന്ന പുസ്തകങ്ങളല്ല. അതിൽ നിന്ന് മാറി പുതിയ കാലത്തിൻ്റെ ശ്രദ്ധ തങ്ങളിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ എഴുത്തിൻ്റെയും വായനയുടെയും ലോകം എന്നും ലോകമനസാക്ഷിക്ക് മുന്നിൽ വലിയ വലിയ ആകാശങ്ങളാണ് തുറന്നിട്ടത് എന്ന് തുടരെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് മഞ്ചരി ബുക്സ് അതിൻ്റെ ഓരോ പ്രസിദ്ധീകരണത്തിലും സവിശേഷതകൾ, പുതുമകൾ നിലനിർത്തിക്കൊണ്ട് പുതിയ ഭാവുകത്വത്തോടെ ഈ പ്രസിദ്ധീകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, സങ്കീർത്തനം ബുക്സ് പോലെയുള്ള ഇവിടെ ആശ്രമം ബാസിച്ചേട്ടനൊക്കെ ഇരിക്കുന്നുണ്ട്. പെരുമ്പടവം ശ്രീധരൻ സാറിൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന ദസ്തോവ്സ്കിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള കഥ, അത് നോവൽ അതിമനോഹരമായിട്ട് വായനക്കാരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അതിൻ്റെ എത്രാമത്തെ പതിപ്പുകളാണ്. ഓരോ പതിപ്പുകളും നമ്മളിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ നമ്മൾക്ക് അതിശയം തോന്നും. അങ്ങനെ ഈ പ്രസിദ്ധീകരണ രംഗത്ത് പുതിയ പുതിയ രീതികൾ, ഈ ആത്മാവുള്ള എഴുത്ത്, നമ്മളതിനെ അത്തരം വായനകൾ എന്നും കാലത്തെ അതിജീവിച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം പ്രസിദ്ധീകരണങ്ങൾ പുതിയ ശൈലിയിൽ, അതിൻ്റെ വലുപ്പത്തിൽ, അതിൻ്റെ കണ്ടന്റിൽ, അത് എഴുതുന്ന ആൾക്കാരുടെ സവിശേഷതകളിലൊക്കെ വൈവിധ്യമാർന്ന രീതിയിൽ
ഇവിടെ അടയാളപ്പെടുത്തുന്നു, അത് പ്രസിദ്ധീകൃതമാകുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ ജേക്കബ് എബ്രഹാമിനെ പോലെയുള്ള വളരെ പ്രതിഭാശാലികളായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, ഇതിന് മുൻകൈയെടുക്കുന്ന ഓരോരുത്തരും ഇവിടെ പൊൻപുലരി എന്ന് പറയുന്ന പുസ്തകം, പെൻഡ്രൈവ് എന്ന് പറയുന്ന പുസ്തകമാണ് ശ്രീ ജേക്കബ് എബ്രഹാമിൻ്റെതായിട്ടുള്ളത്. പൊൻപുലരി ശ്രീമതി മോഹന സുരേഷ് കവിതകളാണ് അതിൽ ഉള്ളത്. അതുപോലെ തന്നെ വിനോദ് വെള്ളായണിയുടെ പുസ്തകം, അതുപോലെ ഗോസ്റ്റ് റിട്ടേൺസ് എന്ന് പറയുന്ന ശ്രീ ശൈലേഷ് പട്ടാമ്പിയുടെ പുസ്തകം, സഹ്യനെ പ്രണയിച്ച സഹയാത്രിക എന്ന പുസ്തകം, ഓർമ്മച്ചെപ്പ്, അത് എഴുതിയിരിക്കുന്നത് ശ്രീമതി സ്നേഹലത CP ആണ്. എൻ്റെ ആത്മസ്പന്ദനങ്ങൾ എന്ന കവിത ശ്രീമതി സുചരിത ബാബു എഴുതിയിരിക്കുന്നു. അഴലിൽ മറയുന്ന മനഃശക്തി എന്ന പുസ്തകം ശ്രീമതി ജീവാമൃതം ബിന്ദു BK എഴുതിയിരിക്കുകയാണ്. കഥകളാണ് അതിൻ്റെ ഉൾപ്പൊരുൾ. കടൽ പെറ്റൊരു വൾ എന്നുള്ള പുസ്തകം ലൈന മാർട്ടിൻ്റെ കഥകളാണ് അതിൻ്റെ ഉള്ളടക്കം. അരിമുല്ലപ്പൂക്കൾ എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം അശ്വതി ബാഹുലേൻ്റെ അതാണ് അതിൻ്റെ എഴുത്ത്. അതുപോലെ തന്നെ മഴച്ചിരാതുകൾ ശ്രീജ സുനിലിൻ്റെ കവിതകളാണത്. വാഗമരത്തണലിൽ എന്ന് പറയുന്ന കവിതാ സമാഹാരം ജോജോ ആണ് എഴുതിയിരിക്കുന്നത്. കദളി എന്ന പുസ്തകം ശ്രീമതി സന്ധ്യ ശ്രീകുമാർ കവിതാ സമാഹാരമാണ്. പത്താന്തരത്തിലെ ആൻസി എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം കാവേരി ശ്രീനിയാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ വിഖ്യാതരായിട്ടുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ആണ് നമ്മുടെ മുന്നിൽ പ്രകാശിതമാകുന്നത്. നമുക്കറിയാം, വായന എന്ന് പറയുന്നത് ഒരിക്കലും മരിക്കുന്നില്ല. നമ്മുടെ ഒരു ആയുസ് കൊണ്ട് നമ്മൾ ജീവിച്ചു തീർക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒരു ജോലി, നമ്മുടെ ചുറ്റുപാടുകൾ എത്ര മാറി മറിഞ്ഞാലും ഒരു മനുഷ്യൻ്റെ അല്പായുസിനകത്ത് എത്ര ജീവിതങ്ങളെയാണ്, എത്ര അനുഭവങ്ങളെയാണ് നമുക്ക് സ്വാംശീകരിക്കാൻ കഴിയുക. പക്ഷേ ഒരു പുസ്തകം വായിക്കുമ്പോൾ എത്രമാത്രം ജീവിതാനുഭവങ്ങൾ, ലോകത്തെക്കുറിച്ചുള്ള അറിവുകളാണ് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ അറിവുകളിലേക്ക് തെളിച്ചങ്ങളായി വന്നു നിറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആനയ്ക്ക് മസ്തകം പോലെയാണ് മനുഷ്യന് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ക്ഷരം സംഭവിക്കാത്ത അക്ഷരങ്ങൾ, അതിലെ ആശയങ്ങളുടെ എങ്ങനെ അത് ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു, പതിവ് വഴികളിൽ തളം കെട്ടി നിൽക്കാതെ മാറി സഞ്ചരിക്കുന്നവർ എവിടെയൊക്കെയോ അടയാളപ്പെടുത്തുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ എഴുത്തുകാരിൽ എല്ലാവരും വൈവിധ്യമാർന്ന എഴുത്ത് ശൈലിയുള്ളവരാണ്. അത് ഏത് രംഗത്തായാലും, എഴുത്തിൻ്റെ രംഗത്തായാലും, ദൃശ്യാത്മകതയുടെ രംഗത്തായാലും, മറ്റേത് മേഖലയിലായാലും വഴികൾ വേറിട്ട് സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അടയാളപ്പെടുത്തുന്നത്. ഈ വർഷത്തെ ലോക നാടകദിന സന്ദേശം പറഞ്ഞ ജോൺ ഒലാവ് ഫൊസെ എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള നോർവീജിയൻ നാടകകൃത്ത്, അദ്ദേഹം ഹെൻറിക് ഇബ്സന് ശേഷം ഏറ്റവും ശക്തമായിട്ട് നാടകങ്ങൾ എഴുതി യൂറോപ്പിലെ നാടകവേദിയിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ച മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നത് ഈ എഴുത്തിൻ്റെ വഴികൾ, സർഗാത്മകതയുടെ വഴികൾ എന്ന് പറയുന്നത് നമ്മൾ അതിൽ കലഹിക്കുന്നുണ്ടെങ്കിലും, അതിൽ സമരം ചെയ്യുന്നുണ്ടെങ്കിലും, ലോകത്തിൻ്റെ അനീതികളോട് സമരസപ്പെടാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും, ഒടുവിൽ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഒരു പുഴ ഒഴുകി സാഗരത്തിൽ എത്തിച്ചേരുന്നത് പോലെ ഒടുവിൽ ഏത് സർഗാത്മകതയുടെയും, ഏത് എഴുത്തു വഴികളുടെയും, ഏത് ദൃശ്യാത്മകതയുടെയും, ഏത് സർഗസൃഷ്ടിയുടെയും അവസാനത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സമാധാനമാണ്, ശാന്തിയാണ് എന്ന്. ലോകത്തുള്ള സമാധാനം, അതിരുകളില്ലാതെ മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യൻ്റെ മനസ്സുകളെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ ആകാശങ്ങളിൽ സമാധാനത്തിൻ്റെ നക്ഷത്രത്തിളക്കങ്ങൾ നിറയ്ക്കുകയാണ് ഓരോ എഴുത്തുകാരനും അക്ഷര നക്ഷത്രങ്ങളിലൂടെ ചെയ്യുന്നത്. അതിനെ ഒരുക്കൂട്ടുന്നതിലുള്ള സവിശേഷ സാമർഥ്യവും പ്രതിഭയുമാണ് ഓരോ എഴുത്തുകാരെയും വ്യത്യസ്തരാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് മണത്തിൻ്റെയും പണത്തിൻ്റെയും നിറത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും വംശത്തിൻ്റെയും ഒക്കെ അതിരുകളിൽ തളച്ചിടപ്പെടുന്ന മനുഷ്യർ ഇല്ലാതിരിക്കാൻ, എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന, എല്ലാവരും സ്നേഹത്തോടെ ജീവിക്കുന്ന മാനവികതയുടെ ലോകത്തെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ മനുഷ്യരും, ഓരോ സർഗാത്മക ബോധമുള്ളവരും എഴുതുന്നത്. അത് നമ്മൾ ഏകാന്തതകളിലിരുന്ന് വായിക്കുന്നത്. ആ വായനയുടെ ആഴങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെടുക്കുന്നത് മനുഷ്യൻ്റെ സ്നേഹമാണ്, മനുഷ്യ സമാധാനമാണ്, ലോക സമാധാനമാണ്. അത്തരം സമാധാനത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് എഴുത്തിൻ്റെ പുതിയ ശൈലികൾ ആവിഷ്കരിക്കുന്ന മഞ്ചരി ബുക്സിൻ്റെ ഈ ഒരു കൂട്ടായ്മയിൽ നിങ്ങളിൽ ഒരാളായി വന്നു ചേരാൻ കഴിഞ്ഞതിലുള്ള വലിയ ആഹ്ലാദമുണ്ട്. മഞ്ചരി ബുക്സ് ഇങ്ങനെ ക്രിയേറ്റീവ് സൈഡിൽ പുതിയ സെൻസിബിലിറ്റി, പുതിയ കാലം എന്ന് പറയുന്നത് നമുക്കറിയാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ നമ്മളുടെ ലോകത്ത് പല രീതിയിൽ സ്വാധീനം ചെലുത്തി തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എഴുത്ത് പോലും നമുക്ക് വേണ്ടുന്ന കവിതയുടെ, നമുക്ക് വേണ്ടുന്ന കഥയുടെ, നമുക്ക് വേണ്ടുന്ന നോവലിൻ്റെയോ നാടകത്തിൻ്റെയോ തിരക്കഥയുടെയോ ഒക്കെ ആശയങ്ങൾ പറഞ്ഞു കൊടുത്താൽ
അതിൻ്റെ അച്ചുകൾ പറഞ്ഞു കൊടുത്താൽ, അതിൻ്റെ ഫ്രെയിം ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ അത് എഴുതി തരുന്ന രീതിയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക, എത്ര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുന്നോട്ട് പോയാലും സാങ്കേതികത സർഗാത്മകതയ്ക്ക് മുകളിൽ നിൽക്കുവാൻ പര്യാപ്തമല്ല എന്നുള്ളതാണ് സത്യം. ഒരു വേലിപ്പൂവിൻ്റെ ഒരു നാരായണിപ്പൂവിൻ്റെ മണമോ ഒരു തുമ്പപ്പൂവിൻ്റെ മണമോ ഒരു പനിനീരിൻ്റെ ഗന്ധമോ ഒന്നും നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എത്ര തനിമ നിറഞ്ഞ റീക്രിയേഷനിലൂടെയും സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ല. അത് മനുഷ്യൻ്റെ ജൈവികമായിട്ടുള്ള സർഗപരതയിൽ നിന്ന് ഉണർന്ന് ഉരുത്തിരിയേണ്ടതാണ്. അത്തരം സർഗാത്മകതയുടെ ലോകങ്ങളാണ് ഇവിടെ ഈ പുസ്തകങ്ങളിലൂടെ മിഴി തുറക്കുന്നത്. ആ മിഴി തുറക്കൽ നമ്മുടെ കാഴ്ചകളെ സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും ലോകങ്ങളിലേക്ക് എത്തിക്കട്ടെ. ആ അക്ഷരപുണ്യങ്ങൾ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെയും സമഭാവനയുടെയും നന്മകൾ നിറക്കട്ടെ. മഞ്ചരി ബുക്സിൻ്റെ ഇത്തരം വേറിട്ട ശൈലിയിലൂടെയുള്ള യാത്രയിൽ വലിയ അഭിമാനം തോന്നുന്നു. കാരണം ഇത് സാംസ്കാരിക കേരളത്തിൻ്റെ മണ്ണിൽ നിന്നാണ് ചെയ്യുന്നത്, പ്രബുദ്ധ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സാംസ്കാരിക ലോകത്തിനുള്ള മുതൽക്കൂട്ടാണ്. ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ, ഇതിനു വേണ്ടി രാപ്പകൽ ഉറക്കമൊഴിഞ്ഞ് അലഞ്ഞ് അന്വേഷിച്ച ഒരുപാട് പേരുണ്ടാകും. നമ്മൾ ഈ പേരുകളിൽ കാണുന്നതിന് അപ്പുറത്തുള്ള ഒരുപാട് പേരുടെ വിയർപ്പും അധ്വാനവും ഇതിൻ്റെ പിന്നിലുണ്ട്. അത്തരം സർഗാത്മക ബോധങ്ങൾക്ക് തെളിച്ചം നൽകിയ പ്രിയപ്പെട്ട മഞ്ചരി ബുക്സിൻ്റെ പ്രവർത്തകർക്കും ഇതിൽ എഴുതിയ എല്ലാ പ്രിയപ്പെട്ട, എനിക്ക് വലിയ ആദരവുള്ള എല്ലാ എഴുത്തുകാർക്കും ഒരു എളിയ വായനക്കാരൻ എന്നുള്ള രീതിയിലുള്ള എല്ലാ ഭാവുകങ്ങളും സ്നേഹവും നിങ്ങളുടെ തുടർ ജീവിതത്തിൻ്റെ നന്മകളും എളിമയോടെ ആശംസിക്കുന്നു. നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് മഞ്ചരി ബുക്സിൻ്റെ മലയാളത്തിൻ്റെ പുഞ്ചിരിയുടെ ഈ സർഗ യാത്രയുടെ തുടക്കത്തിന് ഉദ്ഘാടനം ചെയ്തതായി സവിനയം സ്നേഹാദരം അറിയിക്കുന്നു. സ്നേഹം. book features 18,404 pages, 46 inches tall. It is a collection of works by 3,050 poets. This book has achieved 9 world records such as Asia World Record, India World Record, America Book of Record, London World Record, Unicode World Record, Kerala Book of Record, Worldwide Book of Record, World Record, International Book of Records. Let us welcome this book with a big round of applause. കഴിഞ്ഞ മെയ് മാസത്തിൽ ആരംഭിച്ച പ്രയത്നമാണ് ഇന്നൊരു വലിയ പുസ്തകത്തിലേക്ക് നയിച്ചത്. മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാർക്കൊപ്പം നവാഗതരായ എഴുത്തുകാരും ഉൾപ്പെടെ 3050 കവികളുടെ കവിതാ സമാഹാരമാണ് നമ്മുടെ ഈ പെൻഡ്രൈവ്. ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുസ്തകമാണ്. 18,404 പേജുകളുള്ള 46 ഇഞ്ച് പൊക്കമുള്ള 3050 എഴുത്തുകാരുടെ കൃതികളുടെ സമാഹാരമാണിത്. ഇതിൽ ഭാഗമാകാൻ കഴിഞ്ഞ 3050 പേരും പെൻഡ്രൈവിനോടും മഞ്ചരി ബുക്കിനോടും വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. കവിതകളാണ് പ്രകാശനം. അടുത്തതായി സർട്ടിഫിക്കറ്റ് വിതരണവും ലളിതമായി സംസാരിക്കുന്നതിന് വേണ്ടി ലോക റെക്കോർഡ് നേടിയ പുസ്തകമാണെന്നാണ് ഇവിടെ അറിഞ്ഞത്. അതിന് ഏറ്റവും ഇതിൽ പ്രവർത്തിച്ച മഞ്ചരി ബുക്സിനുള്ള ഒരു അഭിനന്ദനം അതിനെ അറിയിക്കണം. ചെറുതും വലുതുമായ കവികൾ, ചെറുതും വലുതുമായ കവിതകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ലോകാത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് തെളിയിക്കുന്നത് കവികളുടെ കരുത്തിനെ സൂചിപ്പിക്കും.
നമസ്കാരം, ഞാൻ ശ്രീജ സുനിൽ. ഇത് ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ട എൻ്റെ ആദ്യ കവിതാ സമാഹാരമാണ് മിഴിച്ചിരാതുകൾ. എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഞാൻ കണ്ട കാഴ്ചകളിൽ നിന്നുമൊക്കെ ഞാൻ പകർത്തിയെടുത്ത വരികളാണ് ഇതിലുള്ളത്. നിങ്ങൾ ഓരോരുത്തരും തന്ന പ്രോത്സാഹനം തന്നെയാണ് ഓരോ വരികൾ എഴുതാൻ എന്നെ പ്രചോദിപ്പിച്ചതും. അതുപോലെ തന്നെ ഈ പുസ്തകം നിങ്ങളെല്ലാവരും വാങ്ങണം, വായിക്കണം, വിലയിരുത്തണം, വിമർശിക്കണം, അഭിപ്രായം അറിയിക്കണം. നിങ്ങളുടെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങളും വിമർശനങ്ങളും പ്രോത്സാഹനവും ഒക്കെ തന്നെയാണ് പുതിയ പുതിയ വരികൾ എഴുതാൻ, കവിതകൾ എഴുതാനുള്ള പ്രചോദനം. എല്ലാവരും വാങ്ങി വായിക്കണം എന്നാണ് അപേക്ഷിക്കുന്നത്.